2024-25 കേരളത്തിൽ ആനയിടഞ്ഞ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിലേക്ക് ആനകളെ കൊണ്ടുവരുന്നതിനും കേരളത്തിലെ ഉത്സവ ആവശ്യങ്ങൾക്കായി ആനകളെ ഉപയോഗിക്കുന്നതിനും ഹൈക്കോടതിയുടെ ശക്തമായ വിലക്കുണ്ടായിട്ടും അതിനെയെല്ലാം മറികടന്ന് കേരളത്തിലെ ആന ഉടമസ്ഥരും ഉത്സവപ്രേമികളും സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായൊരു വിധി നേടിയെടുത്തെങ്കിലും പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ അത്ര ശുഭകരമായില്ല. മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ആനയിടയുന്ന നിരവധി സംഭവങ്ങളാണ് 2025 നടന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ജനുവരി മാസം 17-ാം തീയതി മലപ്പുറം മൂക്കുതല കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. വടക്കുന്നാഥൻ ശിവൻ എന്ന ആനയാണ് ഉത്സവത്തിനിടെ അകാരണമായി ഇടഞ്ഞത്. പൂരത്തിനായി ആനകളെ നെറ്റിപ്പട്ടം കിട്ടുവാനായി കൊണ്ടുവന്ന ശേഷം മടക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് ആന ഇടഞ്ഞത്. ഇടഞ്ഞ ആന കുറച്ചു നേരത്തേക്ക് ക്ഷേത്ര പരിസരത്ത് ഭീതി പരത്തി. ഇടഞ്ഞ ആനയെ ഉടനെ തന്നെ തളയ്ക്കാൻ കഴിഞ്ഞതിനാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇടഞ്ഞ ആനയെ കുറച്ചു നേരത്തിന് ശേഷം പാപ്പാന്മാർ തളച്ച് ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി. ആനയെ തളച്ച ശേഷം ക്ഷേത്ര ചടങ്ങുകൾ നടത്തി. ജനുവരി മാസം 8-ാം തീയതി മലപ്പുറം പുതിയങ്ങാടി നേർച്ചക്കിടയിൽ പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന ഇടഞ്ഞിരുന്നു. നേർച്ച കാണാനെത്തിയ ഒരാളെ ആന തുമ്പിക്കൈ കൊണ്ട് തൂക്കിയെറിയുകയായിരുന്നു. 5 ആനകളാണ് നേർച്ചയ്ക്കുണ്ടായിരുന്നത്. ഇടഞ്ഞ ആന ജനങ്ങൾക്കിടയിലൂടെ മുന്നോട്ടു നീങ്ങുകയും ഒരാളെ തുമ്പിക്കൈ കൊണ്ട് തൂക്കിയെടുത്ത് എറിയുകയുമായിരുന്നു. സംഭവത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 17 പേർക്ക് പരിക്കേറ്റിരുന്നു. ഏറെ നേരം ഇടഞ്ഞിരുന്ന ആനയെ രാത്രി 2:15 പാപ്പാന്മാർ തളച്ചത്. പരിക്കേറ്റ കൃഷ്ണൻകുട്ടി എന്ന 54 വയസ്സുകാരൻ പിന്നീട് മരണപ്പെട്ടു.
ജനുവരി മാസം 20-ാം തീയതി മതികുന്ന് വേലയ്ക്കിടയിൽ ഊട്ടോളി അനന്തൻ എന്ന ആന ഇടഞ്ഞിരുന്നു. തൃശൂർ ജില്ലയിലെ മതികുന്ന് ക്ഷേത്രോത്സവത്തിനിടയിലാണ് ആന ഇടഞ്ഞത്. വേല നടക്കുന്നതിനിടെ അകാരണമായി ഇടഞ്ഞ ഊട്ടോളി അനന്തൻ എന്ന ആന കുറച്ചു നേരത്തേക്ക് ക്ഷേത്ര കോമ്പൗണ്ടിൽ ഭീതി പരത്തിയെങ്കിലും ആനയെ പാപ്പാന്മാരും സഹായികളും ചേർന്ന് തളയ്ക്കുകയായിരുന്നു. ജനുവരി മാസം 23-ാം തീയതി തൃശൂരിൽ ചിറ്റഞ്ഞൂർ കാവിലക്കാട് പൂരത്തിനിടെ കീഴൂട്ട് വിശ്വനാഥൻ എന്ന ആന ഇടഞ്ഞു. ഇടഞ്ഞ ആനയെ കണ്ട് പേടിച്ചോടിയ 63 വയസ്സുള്ള സ്ത്രീക്ക് പരിക്ക് പറ്റി. ആനയെ ചിറ്റഞ്ഞൂർ പാടം വഴി നടത്തിക്കൊണ്ടുപോകുന്നതിനിടെയാണ് വിശ്വനാഥൻ ഇടഞ്ഞ് അമ്പലത്തിന്റെ ഭാഗത്തേക്ക് ഓടിയത്. ആന ഓടി വരുന്നത് കണ്ട് അമ്പലത്തിന് സമീപത്ത് നിന്നിരുന്ന നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്ന ആന പേടിച്ചെങ്കിലും ആനയെ നിയന്ത്രിക്കുവാൻ പാപ്പാന്മാർക്ക് കഴിഞ്ഞു.